രാജ്യം ഒരു കൊടും വിപത്തിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ തീവ്രവാദികൾക്ക് തക്ക ശിക്ഷ നൽകുമെന്നും ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിലും വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ കേന്ദ്രത്തിന് നൽകിയിരുന്നു എന്ന വാർത്തയാണ്. ഈ സൂചനകളും വാർത്തകളും ശരിയാണെങ്കിൽ എന്തുകൊണ്ട് സഞ്ചാരികൾ വരുന്ന പഹൽഗാമിൽ വേണ്ടത്ര സുരക്ഷകൾ ഏർപ്പെടുത്തിയില്ല? 2 ടീമായിരുന്ന CRPF ടീമിനെ കഴിഞ്ഞ വർഷം അവിടെ നിന്ന് മാറ്റിയിരുന്നു. എല്ലാ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഭീകരവാദികൾ നുഴഞ്ഞുകയറിയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതേസമയം കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ റിവ്യൂ എന്ന ഒരു യോഗം നടന്നിരുന്നു. കാശ്മീരിന്റെ സുരക്ഷയെ മുൻനിർത്തിയുള്ള ആ യോഗത്തിൽ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരുന്നു. കാശ്മീരിന്റെ തലവനെ മാറ്റി നിർത്തിയുള്ള ആ യോഗം എന്തായിരുന്നു? എന്ത് സുരക്ഷാ യോഗമായിരുന്നു അന്നവർ നടത്തിയെന്ന് പറയുന്നത്? ഇന്ന് നടക്കാൻ പോകുന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ കാര്യകാരണങ്ങൾ നിരത്തി കേന്ദ്രത്തിനും അമിത്ഷായ്ക്കും ഉത്തരം നൽകിയേ മതിയാകൂ.